ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 57കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ജാത്യധിക്ഷേപത്തിന്റെ കറ പടരുകയാണ്. കലാകാരൻ RLV രാമകൃഷ്ണനെതിരെയായ ജാത്യധിക്ഷേപത്തിൽ വിദ്യാർത്ഥികളുടെ നിലപാടെന്താണ്, കലാകാരന്മാരുടെ നിലപാടെന്താണ്, നമുക്ക് അന്വേഷിക്കാം. സ്വാഗതം. RLV കോളേജിലെ വിദ്യാർത്ഥികൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ നിറം എന്ന് പറയുന്നത് കലാകാരൻ ഉണ്ടാക്കുന്നതല്ല, പക്ഷെ കല അങ്ങനെയല്ല. ഒരു കലാകാരൻ മോൾഡ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് തപം ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഇരുന്നുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ നിറം എന്ന് പറയുന്നത് കല പഠിക്കുന്നതിനോ അത് പെർഫോം ചെയ്യുന്നതിനോ ഒരു മാനദണ്ഡമാണോ? അല്ല, ഒരിക്കലും ഒരു കല പഠിക്കുന്നതിനൊരു നിറം എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡം അല്ല. സത്യം പറഞ്ഞ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന, ഇപ്പൊ തന്നെ നമ്മുടെ പല കോമ്പറ്റീഷൻസിലും സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ അതിന് പോലും നിറം എന്നൊരു ഇതില്ല. കാരണം നിറത്തെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. അത് വെളുപ്പോ കറുപ്പോ ഒന്നുമില്ല. കലയ്ക്ക് സംബന്ധിച്ച് കല അഭ്യസിക്കാൻ ഒരു മനസ്സും അതിന് വർഷങ്ങളോളം ഉള്ള ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രമാണ് ഒരു കല പഠിച്ചെടുക്കാനുള്ള. അതിനപ്പുറത്തേക്ക് ആണോ പെണ്ണോ അല്ലെങ്കിൽ കറുപ്പോ വെളുപ്പോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വിവേചനം അവിടെ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിക്കാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പരാമർശം തന്നെ വന്നിട്ടുള്ളത്. അത് ഒരിക്കലും നമുക്ക് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ RLV എന്നുള്ള ഒരു കോളേജിനെ സംബന്ധിച്ചിട്ടോ നമുക്ക് ഒരിക്കലും ഒരു മാപ്പർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു പക്കൽ നിന്ന് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു നമ്മുടെ കോളേജിൽ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരാളെ ഒരു കാക്ക എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത്. അപ്പൊ അതൊരിക്കലും അത് കാണുന്ന വിദ്യാർത്ഥികൾക്കായിരുന്നാലും ശരി, നമ്മളൊരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ കല പഠിച്ച് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിറം നമുക്ക് നാളെ ഒരു തരത്തിൽ നമുക്കൊരു എവിടെ എത്തിപ്പെടും, നമ്മുടെ സമൂഹം എന്താണെന്ന് നമ്മളെ തന്നെ കലാകാരന്മാരെ തന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ആ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. അതൊരിക്കലും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇപ്പൊ മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തെ പ്രത്യേകിച്ച് എടുത്ത് പ്രതിപാദിച്ചിട്ടാണ് സത്യഭാമ ടീച്ചർ ഇങ്ങനൊരു പ്രതികരണം നടത്തിയത് തന്നെ. അപ്പൊ ആൺകുട്ടിക്ക് മോഹിനിയാകാൻ പറ്റില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആൺകുട്ടി മോഹിനിയാകുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അതും ഇപ്പൊ ആൺകുട്ടിക്ക് മോഹിനിയാട്ടം പഠിച്ചുകൂടാ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പഠിക്കാവൂ എന്നൊരു നിലപാടില്ല. പഠിക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ആ കല അഭ്യസിക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ആ ഒരു പ്രസ്താവനയിൽ ഈ പറയുന്ന സത്യഭാമയുടെ എടുത്തു പറയുന്നുണ്ട്. കാരണം സൗന്ദര്യമുള്ള മറ്റെത്രയോ ആൺകുട്ടികളുണ്ട്, അവർക്കൊന്നും അഭ്യസിച്ചുകൂടെ, എന്തിന് ഈ വ്യക്തി അഭ്യസിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവിടെ പുരുഷൻ എന്ന ഒരു പ്രസ്താവന അല്ല സത്യത്തിൽ, സൗന്ദര്യം അല്ലെങ്കിൽ നിറം എന്ന് പറയുന്ന ഒരു ഇതിനെ തന്നെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ആൺകുട്ടി അഭ്യസിക്കുന്നതല്ല, ഒരു കറുത്ത നിറത്തിലുള്ള ഒരാൾ അഭ്യസിച്ചു അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ അഭ്യസിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവർ കണ്ടത്. അപ്പോൾ അതാണ് ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങള് കോളേജിൽ അഡ്മിഷൻ എടുത്ത് വന്നു, പലതരം കലാരൂപങ്ങൾ ഇവിടെ അഭ്യസിക്കുന്നുണ്ട്. BFA ഉണ്ട്, കഥകളി ഉണ്ട്, അല്ലെങ്കിൽ ഭരതനാട്യമുണ്ട്. എന്താണ് നിങ്ങൾ ഏതാണ്? ഞാനിപ്പോ BA ഫൈനൽ ഇയർ ഭരതനാട്യം പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഇതിൽ എപ്പോഴെങ്കിലും തന്റെ കൂടെയുള്ള സ്റ്റുഡൻസിന്റെ ജാതി ഏതാണ്, മതം ഏതാണ്, അങ്ങനെ അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ എന്റെ കാര്യങ്ങൾക്കായിട്ട് അവരുടെ ജാതി അന്വേഷിക്കോ മതം അന്വേഷിക്കോ അങ്ങനത്തെ ഒരു ഇത് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സ്ഥാപനത്തിലെന്ന് പറയുമ്പോൾ ഞാനും കലാമണ്ഡലത്തിൽ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സാറിനെ ഒരുപാട് നാളുകളായിട്ട് അറിയണതാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരു കലാകാരനെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറയുന്നതും ഈ ടീച്ചറെ ആണെങ്കിലും സാറിനെ ആണെങ്കിലും അറിയണതാണ്. അപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ച നാടുകളിലും ഈ ടീച്ചർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ അവിടെ കലാമണ്ഡലത്തിൽ ഡീനായിട്ട് ഉണ്ടായിരുന്നതാണ്. ഒരു വർഷം പോലും ഇല്ലാതെ തന്നെ പെട്ടെന്ന് പോവുക തന്നെ ചെയ്ത് അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും കൊണ്ട് തന്നെ അന്ന് തന്നെ അറിയുന്നതാണ്. പക്ഷേ സാറെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് യോഗ്യത ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ അവരതിൽ ഉന്നയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ ഏറ്റവും നല്ല യോഗ്യത ഉള്ളൊരു വ്യക്തിയാണ് സാറ്. ഗ്രേഡ് ആർട്ടിസ്റ്റ്, MPhil, PhD എല്ലാം ഡോക്ടർ RV രാമകൃഷ്ണൻ എന്ന് തന്നെയല്ലേ പേര്. അപ്പം അത്തരത്തിലുള്ളൊരിത് ഞങ്ങൾ കലാകാരന്മാർക്ക് തന്നെ ഭയങ്കര ഒരു താഴ്ത്തിക്കെട്ടിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഒരിക്കലും കലാകാരന്റെ ജാതി, വർണ്ണം, വർഗം ഒരു തരത്തിൽ വിവേചനം, മോഹിനിയാട്ടം ആൺകുട്ടികൾ ചെയ്യുക പെൺകുട്ടികൾ ചെയ്യുന്നുള്ള എല്ലാ കലാരൂപവും എല്ലാവർക്കും ചെയ്യാം, ആണുങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇല്ല.
നമ്മളിപ്പോ നിൽക്കുന്നതും ഡിജിറ്റൽ കാലത്തിലാണല്ലോ. അപ്പം നമ്മള് ഇത്ര കാലമായി ഈ പറയുന്നത് പോലെ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. പാഠ്യവിഷയമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ആധികാരികമായിട്ടൊരു കലാരൂപം പഠിക്കുകയാണ്. കലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു, അതിനു വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ തപം ചെയ്യുന്നു, അങ്ങനെ വേണം പറയാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഏതൊരു കലാകാരിക്കും ഇത്തരത്തിലുള്ള അധിക്ഷേപം നേരിടുമ്പോൾ അക്കാദമിക്കലി അതിനുണ്ടാകുന്ന ഒരു കോൺസിക്വൻസസ് ഉണ്ടല്ലോ, അതിന് അക്കാദമിക്കലി എന്തൊക്കെ മോശം എഫക്റ്റുകൾ ഉണ്ടാകുന്നതാണ് വിലയിരുത്തുന്നത്? അക്കാദമിക്കലി എന്ന് പറയുമ്പോൾ അക്കാദമിക്കലി മോശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ടുള്ള ഒരു ഗുരുകുല സിസ്റ്റം എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ചില സ്ഥലത്ത് ജാതിപരമായിട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നതിൽ കുറച്ച് കുറവ് കാണിക്കുക, ചിലയിടത്ത് കുറച്ച് കൂടുതൽ കാണിക്കുക, എക്സാംസിന് മാർക്ക് കൂട്ടൽ, കുറച്ച് പ്രിഫറൻസ് ചില കുട്ടിക്ക് കൊടുക്കൽ, ഒരുപാട് മാറി. ഒരുപാട് പണ്ട് ഉള്ള കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറി. പിന്നെ ജാതീയപരമായിട്ട് ഇതാണ് ഗുരു ശിഷ്യ ആ ഒരു കണക്ഷനിൽ ഗുരുക്കന്മാര് ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാണ്ട് വേറെ അതൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളല്ലാണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായ കാരണം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ എന്റെ ജാതി എന്നോട് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നിരുന്നാലും കൂടെ എനിക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കാം, ഒരു കുട്ടിയെടുത്ത് വേർതിരിവ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒക്കെ വളരെ അതിന് തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത്രയും പബ്ലിക്കായിട്ട് മാഷ പോലത്തെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചപ്പോ എത്രാമത്തെ വർഷമാണ്? ഞാനിപ്പോ 3-ാം വർഷമാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിറമോ ജാതിയോ വർഗമോ എന്തോ ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒരു വേർതിരിവ് കലയെ ബാധിക്കുന്ന ഒന്നാണ്? അതെ, അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളെങ്കിൽ നമ്മൾ അതുമായിട്ട് ഈ നിറവോ അല്ലെങ്കിൽ ജാതിയോ വർണ്ണമോ ഇതൊന്നും വെച്ചിട്ടല്ല നമ്മൾ കലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കലയാണ് ഏറ്റവും പ്രാധാന്യം നല്ലത്. ആ കലയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സമൂഹത്തിലേക്ക് നാളെ ആണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴായാലും ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ഈ കലയാണെങ്കിൽ ഈ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഒരാളുടെ ജെൻഡർ നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിറം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ കാസ്റ്റ് നോക്കിയിട്ടോ ഒന്നും നോക്കിയിട്ടായിരിക്കത്തില്ല നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. നമ്മളാണെങ്കിൽ സത്യസന്ധമായിട്ട് എന്താണോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ അതിൻ്റെതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ആണെങ്കിൽ ഒരു മാനദണ്ഡം വെച്ചിട്ട് നമ്മളാണെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലല്ല ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കലാകാരന്മാർ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഞങ്ങൾക്കാണെങ്കിൽ ഒരു വിഷമമാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് തോന്നിപ്പോകുന്നത്. ഇപ്പൊ സത്യഭാമ ടീച്ചർ എന്ന് പറയുമ്പോൾ കലാമണ്ഡലം എന്ന് പറയുന്ന മഹനീയമായ ഒരു സ്ഥാപനത്തിന്റെ പേര് സ്വന്തം പേരിനോടൊപ്പം വഹിക്കുന്ന ഒരാളാണ്, അധ്യാപികയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇപ്പം ജാതിയുമായും വർണ്ണ വിവേചനം ഉണ്ടാക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് മൊത്തത്തിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്രയും കലയുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കലയുമായിട്ട് ഉപജീവനം നടത്തുന്നവർ അല്ലെങ്കിൽ കലയിൽ മറ്റു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലേക്കാണെങ്കിൽ അധപ്പതിച്ച രീതിയിൽ വളരെയധികം കേരള സമൂഹത്തിന്റെ മുന്നിൽ അധപ്പതിച്ച രീതിയിലേക്കാണെങ്കിൽ ഒരു വലിയൊരു കലാകാരനെ അദ്ദേഹത്തിനെ ആണെങ്കിൽ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുക, അദ്ദേഹം കളിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ജെൻഡറിന്റെ പേരിൽ അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് അവരാണെങ്കിൽ പിന്നീട് ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചതായിട്ട് ഞങ്ങൾ കാണാൻ കഴിയും. കാരണം അവർ പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തെ അല്ല, ആ ഒരു വ്യക്തിയല്ല, അതായത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല. അദ്ദേഹമാണെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരൻ, കലാഭവൻ മണിയുടെ അനുജനാണ്, ഈ കേരള സമൂഹം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ തന്നെ ആണെങ്കിൽ ഇത്തരം തരം താഴ്ന്ന രീതിയിലേക്കാണെങ്കിൽ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ നിൽക്കുന്ന എല്ലാ കല പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആണെങ്കിൽ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. കാക്കയെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവൻ സ്റ്റേജിൽ കയറുമ്പോൾ അവന്റെ പെറ്റതള്ള പോലും സഹിക്കില്ല എന്ന് പറയുന്നത് വ്യക്തിയധിക്ഷേപം അല്ല എന്ന് തള്ളിക്കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കലാലയത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്നു അധ്യാപകരിൽ നിന്നോ വിദ്യാർത്ഥികളിൽ നിന്നോ നിങ്ങൾക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നാണ് നിങ്ങൾ സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, കലാകാരി എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോഹിനിയാട്ടം ഇവിടെ BA മോഹിനിയാട്ടം ഫസ്റ്റ് ഇയർ ആണ്. ആദ്യമായിട്ട് ഒരു ഡിഗ്രി ചെയ്യുകയാണ്. അപ്പോൾ സത്യഭാമ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ബഹുമാനിക്കുന്നൊരു വ്യക്തി കൂടിയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് രാമകൃഷ്ണൻ സാറും.
സത്യഭാമ ടീച്ചർ കലാമണ്ഡലത്തിൽ പഠിച്ചെങ്കിൽ സാർ RLB പഠിച്ചു എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എനിക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് വിദ്യാലയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നിറത്തിലോ അല്ലെങ്കിൽ ജാതിയിലോ ഒന്നുമല്ല. ഒരാൾക്ക് കഴിവുണ്ടാവുക എന്ന് പറയുന്നത് ജന്മന കിട്ടുന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് എന്താ ടീച്ചർ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ന്യൂസിൽ കണ്ടപ്പോഴാണ് സത്യമാണെന്നുള്ളത് അറിയുന്നത്. ഇവിടെ ഇപ്പം ഇതില് ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു നിറത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഒരു വേർതിരിവ് ഇതുവരെ കോളേജിൽ ഉണ്ടായിട്ടില്ല. നമുക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്നായാലും അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഇവിടുന്ന് ഉണ്ടായിട്ടില്ല. മോഹിനിയാട്ടമാണല്ലോ പഠിക്കുന്നത്. അപ്പം ഈ ആൺകുട്ടികൾ മോഹിനിയാട്ടം പഠിക്കുന്നതിനോട് വിയോജിപ്പുള്ള ഒരാളാണ്? തീർച്ചയായിട്ടും അല്ല. കാരണം കലയെന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാൻ ഉണ്ടാക്കുന്ന ഒരു അവസരമാണ്. അപ്പോ ആണെന്നോ പെണ്ണെന്നോ വേർതിരിച്ച് മോഹിനിയാട്ടം ഇന്ന ആളെ ചെയ്യാവൂ എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. ഇനി അല്ലെങ്കിൽ വല്ല പുരാണങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. പക്ഷെ എന്റെ അറിവില് ഇഷ്ടമുള്ള ഒരാൾ പഠിക്കേണ്ട ഒന്നാണ് കഴിവ്. അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ഏത് ഒരു കലയാണെങ്കിലും അത് അഭ്യസിക്കാം എന്നുള്ളതാണ് അഭിപ്രായം. നൃത്തം എന്ന് പറയുന്നത് ഒരിക്കലും കളറോ ജാതിയോ അടിസ്ഥാനമാക്കിയല്ല. ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അല്ല. ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും എന്ത് നൃത്തമായിക്കോട്ടെ കഴിവുള്ളവൻ അംഗീകരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു സ്റ്റോറി ഇപ്പൊ നമ്മളെ പഠിപ്പിച്ചു, അത് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്തു. ഞാൻ കാണിക്കുന്ന എക്സ്പ്രഷൻ ഓഡിയൻസിലോട്ട് അത് എന്തെങ്കിലും രീതിയിൽ കാണിച്ചാലേ അതിനൊരു ആസ്വാദനം ആവുള്ളൂ. അവർക്ക് ഉണ്ടാവുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഞാൻ എന്ത് കാണിക്കുന്നു അവർക്ക് അത് മനസ്സിലാക്കി അവരത് ആ ഒരു രീതിയിലോട്ട് എത്തി. അവിടെയാണ് എന്റെ വിജയം. അവിടെയാണ് ഞാൻ നൃത്തം ചെയ്ത് ഭംഗിയാക്കുക. അല്ലാതെ ഞാനൊരു ആൺവേഷം ചെയ്ത് ഞാൻ ഭംഗി ഉണ്ടാവില്ല, അതുപോലെ ആൺവേഷം ചെയ്യുന്ന ആൾക്കാർക്ക് പെൺവേഷം ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും ഇല്ല. കളറും അതുപോലെ തന്നെ പറയുന്നുണ്ട് കാക്കയുടെ നിറമുള്ള ഒരാളാണ് പെറ്റതള്ള സഹിക്കില്ലെന്ന്. അങ്ങനത്തെ രീതിയിലുള്ള വർത്തമാനം ഒന്നും ഒരിക്കലും ഡാൻസിൽ ഞാൻ പഠിച്ചിരിക്കുന്ന ഡാൻസിൽ ഇതുവരെ ഇല്ല. എന്റെ ഗുരുക്കന്മാരൊന്നും എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നൃത്തം പഠിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാനും. പഠിച്ചെന്ന രീതി വന്ന സാഹചര്യമൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളതാണ്. പക്ഷെ എന്റെ ഗുരുക്കളൊന്നും ഇങ്ങനത്തെ രീതിയിലുള്ള വാക്കുകളൊന്നും നമ്മളെ പറഞ്ഞു തന്നിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അത്രയും നല്ല രീതിയിലാണ് നമ്മളെ നൃത്തം പഠിപ്പിച്ചത്. ഈ മിസ് പറഞ്ഞതിനോട് ഞങ്ങളുടെ രീതിയിൽ നന്നായിട്ട് പ്രതിഷേധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിത് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം എന്താ പറയാ ആ പറഞ്ഞ വ്യക്തിയോട് ഏറ്റവും വെറുപ്പാണ് തോന്നിയത്. കാരണം വെച്ചാല് കല എന്ന് പറഞ്ഞ കലയിൽ ഒരു വേർതിരിവുകളും കലയിൽ തന്നെ പാടില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ. ചെയ്യുന്നില്ല, എല്ലാവരുടെ ഒപ്പീനിയൻ തന്നെയാണ്. കലയിൽ വേർതിരിവുകൾ പാടില്ലെന്നാണ്. അതും എത്ര മോശമായിട്ടാണ് ആ സ്ത്രീയിലെ ആ മാഡം പറഞ്ഞിരിക്കുന്നത്. കാക്കയുടെ നിറം അതൊക്കെ ഒരു കലാകാരനെ അധിക്ഷേപിക്കുക എന്ന് വെച്ചാൽ അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്ത് ഇപ്പോൾ ജെൻഡറിനാണെങ്കിലും അല്ലെങ്കിൽ നിറത്തിനാണെങ്കിലും എല്ലാവരും ഒരു ഈക്വാലിറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഇത്ര മോശമായിട്ടൊരു കലാകാരനെ അധിക്ഷേപിച്ചത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളൊരു സ്പെഷ്യൽ ജെൻഡറിലുള്ള ആളാണ്, അപ്പൊ LGBTQ-ലുള്ള ഒരാളാണ്. ആളെന്നുള്ള നിലയിൽ ഇപ്പൊ ഏത് വർഷമാണ്? 3-ാം വർഷമാണ്. ഈ 3 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിവേചനമോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നോ അധ്യാപകരുടെ ഇടയിൽ നിന്നോ ഈ ഒരു മാറ്റി നിർത്തലോ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല, ഞാനിപ്പോ RLB ഇപ്പോൾ അവസാന വർഷമാണ്. എനിക്ക് ഇതുവരെയും അങ്ങനെ തരത്തിലുള്ള ഒരു വേർതിരിവുകളുടെ കോളേജിന്റെ ഭാഗത്തുനിന്നോ അധ്യാപകന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവര് നമ്മളെ കൂടെ നിർത്തി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ മാക്സിമം നോക്കിയിട്ടുള്ളൂ. ഇതുപോലെ താത്തി കെട്ടിയിട്ടില്ല. ഇതിപ്പോ ഒരേ ആൾക്കാരിങ്ങനെ താത്തി കെട്ടുന്നത് ഒന്നിലും അവർക്ക് എന്തെങ്കിലും അവർക്ക് പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും. എങ്കിൽ പോലും അതിൽ ഈ കലയിലേക്ക് വലിച്ചഴച്ച് ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് ഇതിലേക്ക് എത്തിച്ചത് അത് വളരെ വേദനാജനകമാണ്. ടീച്ചറോട് എനിക്കും ചോദിക്കാനുള്ള ചോദ്യം, എന്താണ് സൗന്ദര്യം കൊണ്ട് ടീച്ചർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ കളറിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ വെളുത്ത സൗന്ദര്യമുള്ളവർ മാത്രം കളിച്ചല്ല. അതിൽ സൗന്ദര്യം എന്നുള്ള വാക്ക് എങ്ങനെ ഉപയോഗിച്ചത്, എന്താണ് ടീച്ചറിന് അതിന് കണ്ടുപിടിച്ച് എന്താണ് സൗന്ദര്യം ടീച്ചർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. കൃത്യമായല്ലേ ഇങ്ങനെ വെളുത്ത നിറമുള്ളവർ കളിച്ചാലാണ് ഡാൻസ് ആവുള്ളൂ, അങ്ങനെയാണോ? അങ്ങനെ ചിന്താഗതി വളർന്നു വരുന്ന തലമുറയിലേക്ക് കൊടുക്കുന്ന ഒരു ബാഡ് മെസ്സേജാണ്. കാരണം നമുക്ക് ഏത് നിറം ആയിക്കോട്ടെ അത് ഡാൻസിന് ബാധകമല്ല. നമ്മുടെ അർപ്പണബോധവും നമ്മുടെ ഹാർഡ് വർക്കും കൊണ്ടാണ് ഏതൊരു നർത്തകരും മുന്നിലേക്ക് കയറി വരുന്നത്. അതിൽ ജെൻഡറിന്റെ ബേസോ അല്ലെങ്കിൽ സൗന്ദര്യമോ നിറമോ അതിലൊന്നും വരുന്നില്ല. എല്ലാവർക്കും അവരുടെ സൗന്ദര്യം കാര്യങ്ങളുണ്ട്. നമ്മൾ അത് നല്ല രീതിക്ക് അത് നമ്മുടെ കഴിവിലൂടെയാണ് നമ്മൾ മുമ്പിലേക്ക് ഉയർന്ന് വരുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഒന്നിലൂടെ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വിഷമം ഉള്ളൊരു കാര്യം തന്നെയാണ്. ഒരു ആളെ താഴ്ത്തിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കലാകാരനെ താഴ്ത്തിക്കെട്ടേണ്ട സംസാരിക്കേണ്ട ഒരു കാര്യമില്ല.
എന്തെങ്കിലും ഒരു കറക്ഷന്റെ കാര്യം എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഇത് വളരെ അധപ്പതനം വരുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വളരെ ദുഃഖമുണ്ട് സത്യം പറഞ്ഞാൽ. ഇത്രയും ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ടീച്ചർ, എനിക്കറിയില്ല പേഴ്സണൽ അവരെയൊന്നും എനിക്കറിയില്ല, പക്ഷെ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കണത് എന്താണെന്ന്, അവരുടെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും സാറിന് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. ആൺകുട്ടികൾ മോഹിനിയായിട്ട് അഭ്യസിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് എല്ലാവർക്കും പഠിക്കാം. അതിന് ഒരു വേർതിരിവില്ല. കല എന്ന് പറയുന്നത് അതൊരു ദൈവികമാണ്. ഒരു പല കൊണ്ടും കല ഒരു അപൂർവ സിദ്ധിയാണ് കല. പക്ഷെ അത് വേർതിരിവ് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സത്യഭാമ ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളൂ, എത്ര വേണമെങ്കിലും പഠിച്ചോളൂ, പക്ഷെ നിങ്ങൾ പെർഫോം ചെയ്യണ്ട, നിങ്ങൾ പെർഫോം ചെയ്യാൻ പാടില്ല എന്നാണ്. അത് എവിടെയും ഒരു നിയമത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല ആണുങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊരു ഞാനൊരു പുസ്തകത്തിലൊന്നും വായിച്ചു കണ്ടിട്ടില്ല. ആരും അങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് ഇതേ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. ഒരു കല അത് ഒരാൾക്ക് പഠിക്കാൻ ഒരു ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവ്, അത് പ്രയോഗിക്കുക, അത് പഠിക്കാനൊരു അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട്, അത് പഠിച്ചു, അദ്ദേഹം ഇത്ര വരെ എത്തി. അപ്പോൾ അതിനൊന്നും മറ്റുള്ളവർക്കൊന്നും പറയില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അത്ര എത്തിയതാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടി പഠിച്ച് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനോടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ദിലീപാണ് മരിച്ചത്. വനമേഖലയിൽ മീൻ പിടിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോയപ്പോഴായിരുന്നു ആക്രമണം. ദിലീപിന്റെ സുഹൃത്തുക്കൾ കാട്ടാന ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. യൂത്ത് കോൺഗ്രസിനെയും കെ മുരളീധരനെയും കടന്നാക്രമിച്ച് പത്മജ വേണുഗോപാൽ. കെ മുരളീധരൻ രാത്രി പറയുന്നതല്ല, രാവിലെ പറയുന്നത്. വടകരയിൽ അദ്ദേഹം ഒന്നും ചെയ്യാത്തത് മനസ്സ് വട്ടിയൂർക്കാവിലായതുകൊണ്ടാണ്. തൃശൂരിലെത്തിച്ചത് കുരുതി കൊടുക്കാനാണ്. തൃശൂർ കരുണാകരനെയും മക്കളെയും ഒരിക്കലും രക്ഷപ്പെടുത്തിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പ്രായമായവരെ കൊണ്ട് നിറഞ്ഞെന്നും പത്മജ. വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന ആവശ്യം യുക്തിസഹമല്ലെന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി M. അബ്ദുൽ സലാം. പ്രധാനമന്ത്രിയുടെ പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് വിവാദമാക്കിയത് മറ്റ് ലക്ഷ്യങ്ങളുള്ളവരാണെന്നും അതിൽ വിഷമമുണ്ട്. ശാലിനി ടീച്ചർ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് HOD ആണ് ടീച്ചർ. അപ്പോൾ ഈ വന്ന വിവാദങ്ങളൊക്കെ ടീച്ചർ കേട്ടിട്ടുണ്ടാവും. ടീച്ചറിന്റെ പ്രതികരണം എന്താണ്? ആദ്യം തന്നെ പറയാനുള്ളത്, കല എന്ന് പറയുമ്പോൾ അത് ജാതി മതങ്ങൾക്ക് അതീതമാണ്. ഇന്ന ജാതിക്കേ പഠിക്കാവുള്ളൂ, ഇന്ന മതത്തിലുള്ളവരെ പഠിക്കാവുള്ളൂ, അങ്ങനെയൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ഈ RLV കോളേജിൽ തന്നെ പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി BA MA കഴിഞ്ഞ് PhD എല്ലാം ചെയ്ത് അദ്ദേഹം ഇവിടെ തന്നെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മോഹിനിയാട്ടത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഏതൊരു കലാകാരനെ കുറിച്ചും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ ആ ടീച്ചറാണെങ്കിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണോ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഒരു സംശയം. ഇങ്ങനെ ഇന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെ മാത്രമാണോ പഠിപ്പിക്കുന്നത്? എല്ലാവരെയും പഠിപ്പിക്കുന്നതല്ലേ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ തോന്നിയതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഒരു കലാകാരന്മാരെയും ഇങ്ങനെയുള്ള ഒരു തരത്തിൽ പരാമർശിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ഒരു കലാകാരനെ മാറ്റി നിർത്തുന്നതിന്റെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നതിന്റെ അങ്ങേയറ്റമാണ്. ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശരത് ഇതിനെ ഈ ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു അവബോധം വേണമല്ലോ. ഇങ്ങനെയല്ല, ഇതൊന്നുമല്ല നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒരു രീതി, പാഠ്യരീതിയായാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന രീതിയായാലും ഇതൊന്നും ഒരു പ്രശ്നവുമല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ എത്രത്തോളം നിങ്ങളുടെ സംഘടനയ്ക്ക് പറ്റിയിട്ടുണ്ട്? SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന എന്നും നിലകൊണ്ടിട്ടുള്ളത് ഈ പറയുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉയർത്തിയേക്കുന്ന ഇതിനൊക്കെ എതിരായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന പോലെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് നിലവിൽ ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. ജാതിപരമായിട്ടാലും ശരി, വർണ്ണപരമായിട്ടാലും ശരി, നമ്മൾ SFI എന്നുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ പറയുന്ന വർഷങ്ങളായിട്ട് ഈ ജാതിപരമായിട്ടുള്ള അത് വർണ്ണപരമായിട്ടുള്ള വലിയ സമരങ്ങൾ ഏറ്റെടുത്തു വന്നു. പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്
ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന പോലത്തെ സ്ത്രീയുടെ പരാമർശമാണ്. കാരണം ഒരിക്കൽ ഈ പറയുന്ന സ്ത്രീയുടെ കീഴിൽ ഏകദേശം 100ഓളം വിദ്യാർത്ഥികളുണ്ട്. ആ പറയുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യമായിട്ട് നമുക്ക് അടുത്ത സമൂഹത്തിന് ഏത് രീതിയിൽ മെസ്സേജ് കൊടുക്കുന്നു നമുക്കൊരു ചിന്തയുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ള സമരങ്ങൾ SFI എടുക്കുക. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മളെ അറിയിച്ചേക്കുന്നത് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള അതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ കലാകാരന്മാരെയും വെച്ച് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകണമെന്നാണ് SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ പറയുന്ന തീരുമാനം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനെതിരെയുള്ള പ്രതിഷേധം നമ്മുടെ ക്യാമ്പസിലും നമ്മുടെ യൂണിറ്റിന്റെ കീഴിൽ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലും ഒന്നും കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ കാണുന്നത്. ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സമരത്തിൽ പ്രചോദനം എടുക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചേക്കുന്ന വിദ്യാർത്ഥികൾ ഒരാൾ പോലും ഈ പറയുന്ന ഇതിന് ഐക്യദാർഢ്യത്തിനെതിരായിട്ട് ഒരു കാര്യം പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എല്ലാവരും ഈ പറയുന്ന ശ്രീമതി രാധാകൃഷ്ണനെതിരെ, ഈ പറയുന്ന സാറിനെതിരെ, സാറിന് വേണ്ടി ഐക്യദാർഢ്യം നിലകൊള്ളുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. ടീച്ചർ എന്താണ് പറയുന്നത്? ഒരു അധ്യാപിക പെരുമാറേണ്ട രീതിയാണോ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പെരുമാറിയത്? ഒരു അധ്യാപിക ഇങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ വ്യക്തിയുടെ കീഴിലും കുഞ്ഞ് ആളുകൾ മുതൽ, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പഠിച്ച ഒരു പുതിയ തലമുറ തന്നെ വളർന്നു വരുന്നുണ്ട്. അവരിതൊക്കെ കണ്ടിട്ടാണ് ഇനി അടുത്തൊരു ജനറേഷനെ വളർത്തിയെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും ഇന്നത്തെ ഇത്രയും വിശാലമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സങ്കുചിതമായ മനോഭാവങ്ങൾ ഉള്ളവർ കലാകാരുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമുക്കും വിഷമമുണ്ട്. രാമകൃഷ്ണൻ സാറിനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഞാൻ മോഹിനിയാട്ടമല്ല, ഞാൻ ഭരതനാട്യ അധ്യാപികയാണ്. എന്നിരുന്നാലും വളരെ സ്വന്തം കലാരൂപത്തിൽ അത്രയും ഡെഡിക്കേഷനുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിൽ ഞാൻ വ്യക്തിപരമായിട്ട് വളരെയധികം വിയോജിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു ന്യൂനതയല്ല. മാഷ്ക്ക് യാതൊരു ന്യൂനതകളും ഇല്ല. നിറം എന്നുള്ളത് വെളുത്ത ഒരാളാണ് മോഹിനിയാട്ടം ചെയ്യേണ്ടത് എന്നുള്ള സങ്കല്പം അത് തന്നെ നമ്മൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ നിറത്തിലും അവനവന്റെ ശരീരത്തിലും നൃത്തം ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം സാധ്യമാവേണ്ടതാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്കല്ല, ഒരു പൗര എന്നുള്ള നിലയ്ക്ക് ഒരു സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത സംസാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൃത്തത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറേണ്ടതുണ്ട്. അത് ക്ലാസിക്കൽ രംഗത്ത് മാറി വരുന്നുമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് രാമകൃഷ്ണൻ മാഷെ പോലെ ഒരു മികച്ച നർത്തകൻ പേരെടുത്തു വരുന്നത്. അദ്ദേഹം പ്രൂവ് ചെയ്തതാണ് അദ്ദേഹം മികച്ച നർത്തകനാണ് എന്നത്. അരങ്ങത്ത് പ്രൂവ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പുരസ്കാരവും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്ന് ഓരോ പുരസ്കാരം ലഭിക്കുമ്പോഴുമുള്ള അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന, അദ്ദേഹത്തിന്റെ ആരാധകരിൽ നിന്നും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ നിന്നും. ഞാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിനി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് സംസ്കൃത സർവകലാശാലയിൽ കുറച്ചധിക കാലം. അപ്പം ആ നിലയ്ക്ക് മോഹിനിയാട്ടത്തിൽ അങ്ങേയറ്റത്തെ ഡെഡിക്കേഷനോടുകൂടി പെരുമാറുന്ന ഒരു നർത്തകനാണ് അദ്ദേഹം. അത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സ്ഥാനം എന്നുള്ളത് ഇത്തരത്തിലുള്ള നിറത്തെയും വംശത്തെയും ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഈ സമൂഹത്തിൽ. ഫ്രെഡറിക് കോളേജിൽ 4ാം വർഷ വിദ്യാർത്ഥിയോ, വോക്കൽ പഠിക്കുന്ന. ഞങ്ങൾക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടുമോ? വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുന്നിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അവഹേളനങ്ങളുടെയും മാറ്റി നിർത്തലിന്റെയും ചെറിയ ഒരു ഏട് മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. കീഴാലകാലം അവസാനിച്ചു. അതും മനസ്സിലാക്കാത്തവർ ഇനിയും തുടരട്ടെ. കറുപ്പിന് 7 അഴകാണെന്ന് വിളിച്ചു പറയുന്ന ഒരു പുതുതലമുറയിലേക്ക് നമ്മൾ ഈ ചോദ്യം വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ന്യൂസ് 18 നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്